നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിന്ധുവിലെ ജലം തന്നില്ലെങ്കിൽ നദിയിലൂടെ ഇന്ത്യക്കാരുടെ ചോര ഒഴുക്കുമെന്നായിരുന്നു പാകിസ്ഥാനിലെ ചില മന്ത്രിമാരുടെയും പ്രതിപക്ഷ അംഗങ്ങളുടെയും ഒക്കെ വെല്ലുവിളി. എന്നാൽ തൊള്ളയ്ക്ക് കീഴ്പോട്ട് വെള്ളം ഇറങ്ങാനില്ലാത്തതോടെ ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ. വെള്ളം തരണേ എന്നാണ് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒന്നും അവസാനിച്ചിട്ടില്ല, ദേ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ള നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, അതിൻ്റെ ഓരോ ഘട്ടങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഇന്ത്യയുടെ കിടിലൻ മറുപടി കേട്ടതും പാകിസ്ഥാൻ നടുവും തല്ലി വീണിരിക്കുകയാണ്. ഭീകരാക്രമണത്തിന്റെ തിരിച്ചടി എന്നോണം ഇന്ത്യ പാകിസ്ഥാനെതിരെ തുടക്കമിട്ട ഓപ്പറേഷൻ സിന്ദൂർ തുടരും. വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ലെന്ന് വ്യക്തമാക്കി നേരത്തെ സിന്ധു നദീജല വിതരണ കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയത് പാകിസ്ഥാന് കനത്ത അടിയായിരുന്നു. തൊട്ടുപിന്നാലെ ഇന്ത്യ ജമ്മു കശ്മീരിലെ ചെനാബ് നദിയിൽ വമ്പൻ ജലവൈദ്യുത പദ്ധതി ആവിഷ്കരിച്ചത് പാകിസ്ഥാന് കൂടുതൽ ആഘാതമായിരുന്നു. ഇപ്പോഴിതാ വേനൽ തുടങ്ങും മുൻപേ രവി നദിയിലെ വെള്ളം കൂടി തടയാനുള്ള തീരുമാനത്തിലാണ് ഇന്ത്യ. നേരത്തെ രവി നദിയിൽ നിന്ന് ഇന്ത്യയുടെ ആവശ്യം കഴിഞ്ഞുള്ള അധിക ജലം പാകിസ്ഥാനിലേക്ക് ഒഴുക്കിയിരുന്നു. സമ്പദ് വ്യവസ്ഥയുടെ മുന്തിയ പങ്കും കൃഷിയെ ആശ്രയിക്കുന്ന പാകിസ്ഥാന് ഇത് വലിയ ആശ്വാസവുമായിരുന്നു. ജമ്മുകശ്മീർ മന്ത്രി അഹമ്മദ് റാണയാണ് ഇന്ത്യയുടെ പുതിയ തീരുമാനം പ്രഖ്യാപിച്ചത്. വേനൽക്കാലത്ത് കത്വ, സാംബ ജില്ലകൾക്ക് വെള്ളം ഉറപ്പാക്കാനാണ് പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന അധിക ജലം തടയുന്നതെന്ന് മന്ത്രി പ്രതികരിച്ചു. നേരത്തെ സിന്ധു നദീജല കരാറിൽ നിന്ന് പിൻവാങ്ങിയ ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെ പാകിസ്ഥാൻ രാജ്യാന്തര വേദികളിൽ പരാതികൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും ഇന്ത്യ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും വഴങ്ങിയിട്ടില്ല. 1960 ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ കരാർ പ്രകാരം സത്ലജ്, രവി തുടങ്ങിയ കിഴക്കൻ നദികളിലെ വെള്ളം പൂർണ്ണമായി ഉപയോഗിക്കാൻ ഇന്ത്യക്ക് കഴിയും. വെസ്റ്റേൺ നദികളായ സിന്ധു, ചെനാബ്, ഝലം എന്നിവയിലെ വെള്ളത്തിന് ഇതേ അധികാരം പാകിസ്ഥാനുമുണ്ട്. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ കരാറിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. ഭീകരർക്ക് സർവ്വ പിന്തുണയും നൽകുക എന്ന നിലപാടിൽ നിന്ന് പാകിസ്ഥാൻ പൂർണ്ണമായും പിന്തിരിയും വരെ ഇനി ഒരു ബന്ധവും ഉണ്ടാകില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ചെനാബ് നദിയിലെ ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകണമെന്ന് ഇതിനിടെ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യ തള്ളിക്കളയുകയായിരുന്നു. പാകിസ്ഥാന്റെ GDPയുടെ 25% പങ്ക് വഹിക്കുന്നത് കാർഷിക മേഖലയാണ്. പാകിസ്ഥാൻ കാർഷിക മേഖലയ്ക്കുള്ള 80% ജലവും എത്തിയിരുന്നതാകട്ടെ സിന്ധു നദിയിൽ നിന്ന്. ഇന്ത്യ പാകിസ്ഥാന് വെള്ളത്തിൽ നൽകിയ ഷോക്കിന്റെ ശക്തി ഇതിൽ നിന്ന് വ്യക്തം. ചെനാബ്, രവി നദികളിലെ വെള്ളവും കൂടി ലഭിക്കാതാവുന്നത് പാകിസ്ഥാന് വൻ തിരിച്ചടി ഉണ്ടാക്കും. ഇന്ത്യയുടെ നിബന്ധനകൾക്ക് വഴങ്ങേണ്ട സ്ഥിതിയിലേക്ക് പാകിസ്ഥാൻ എത്തിയേക്കും. സിന്ധു നദീ കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയപ്പോൾ എന്തൊക്കെയായിരുന്നു വെല്ലുവിളികൾ? ഞങ്ങളങ്ങ് ആണവ മിസൈലിട്ട് ഇന്ത്യയെ അങ്ങ് തീർക്കും, ചോരപ്പുഴ ഒഴുക്കും എന്നൊക്കെയായിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് എന്താണ്? പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നിരന്തരം ഫോൺ കോളുകളായിരുന്നു. കേന്ദ്രത്തോട് വെള്ളം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കരച്ചിലായിരുന്നു പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. വെള്ളമില്ലാതായി കഴിഞ്ഞാൽ പാകിസ്ഥാൻ വരണ്ടുണങ്ങും. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ജനം തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന വലിയ കാഴ്ച കാണേണ്ടി വരും. ഭരണകൂടത്തിന് നേരെ ജനം വിരൽ ചൂണ്ടും. ഇപ്പോൾ തന്നെ പാകിസ്ഥാനിൽ വലിയ ആഭ്യന്തര കലാപങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കർഷകരും കൂടി രംഗത്തേക്കിറങ്ങി പ്രതിഷേധം കടുപ്പിച്ചാൽ പാകിസ്ഥാൻ ഭരണകൂടം നിലംപൊത്തുന്ന ഗതികേടുണ്ടാകും. എന്നാൽ ഒരിഞ്ച് മെരുങ്ങാതെ ഇന്ത്യ നിൽക്കുകയാണ്. വെള്ളമില്ല, ഭീകരവാദം ഇല്ല എന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ മാത്രം പാകിസ്ഥാനുമായി ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകൂ എന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഈ ഒരു ഘട്ടത്തിലാണ് പാകിസ്ഥാൻ തലയ്ക്കടിയേറ്റിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് സിന്ധു നദി കരാറിൽ വീണ്ടും ഇന്ത്യ പഴയ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ തങ്ങൾ വെള്ളം കിട്ടാതെ ചാകും എന്നുള്ള ഗതികേടിൽ പാകിസ്ഥാൻ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും വെല്ലുവിളിക്ക് കുറവൊന്നുമില്ല. അസിം മുനീർ ഇപ്പോഴും ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇന്ത്യയെ അടിക്കാം എന്നുള്ളതാണ് ഈ പറയുന്ന അസിം മുനീറിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി വീണ്ടും ചില പടയൊരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്ത് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര തലവന്മാരുമായിട്ടൊക്കെ അസിം മുനീർ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ചില രഹസ്യ വിവരങ്ങൾ ഇന്ത്യൻ ഇന്റലിജൻസ് ചുരണ്ടിയെടുത്തിട്ടുണ്ട്. അതായത് വീണ്ടും ഇന്ത്യക്ക് നേരെ ചാവേർ ആക്രമണങ്ങളും നുഴഞ്ഞുകയറ്റി തീവ്രവാദ ആക്രമണങ്ങളും ഒക്കെയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. ഇവനൊക്കെ എത്ര കിട്ടിയാലും പഠിക്കില്ല. ഇന്ത്യ ഇറങ്ങി മുച്ചൂടും തീർത്താലേ ഇവന്മാർ പഠിക്കുകയുള്ളൂ എന്നാണ് ഇന്ത്യക്കാർ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ മറുപടി കൊടുക്കുന്നതോ മറ്റ് ഷോക്ക് ട്രീറ്റ്മെൻറ്റുകളിലൂടെയാണ്. വെള്ളം കിട്ടാതെയാകുമ്പോൾ അടിച്ചുകുത്തി അങ്ങ് കൊമ്പത്തൂന്ന് താഴേക്ക് വീഴും പാകിസ്ഥാൻ, മുട്ടുകുത്തും ഇന്ത്യക്ക് മുൻപിൽ.
ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.